മലയാളം തമിഴ് സിനിമകളിൽ പ്രധാനമായും പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നടിയാണ് പാർവതി എന്നറിയപ്പെടുന്ന പാർവതി തിരുവോത്ത് കോട്ടുവട്ട. ഒരു ദേശീയ ചലച്ചിത്ര അവാർഡ്, 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 5 ഫിലിം ഫെയർ അവാർഡുകൾ, സൗത്ത് തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത്. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ് പാർവതിയെ എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. അടുത്തിടെ പാർവതി തിരുവോത്ത് മാതൃത്വത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. എൻ്റെ മകളുടെ പേര് ഞാൻ ശരീരത്തിൽ ടാറ്റു ചെയ്തിട്ടുണ്ട്. 7 വയസ്സായ സമയത്ത് ഞാൻ തീരുമാനിച്ചു എൻ്റെ മകളുടെ പേരെന്താണെന്ന്. 27-ാം വയസ്സിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, പൊരുത്തപ്പെട്ടൊന്നും നടക്കുന്നില്ല, ഞാൻ മിക്കവാറും ദത്തെടുക്കുകയാവും അമ്മയെന്ന്. എനിക്കൊരു കുഞ്ഞ് വേണമെങ്കിൽ ഞാൻ ദത്തെടുക്കും. എപ്പോഴായിരിക്കും എന്ന് പറയാനാവില്ല. ഇങ്ങനെയായിരുന്നു പാർവതിയുടെ വാക്കുകൾ. ഈ വാക്കുകൾ ശ്രദ്ധ നേടിയതോടെ ഒരു മകളെ ഓമനിച്ച് വളർത്താനുള്ള മനസ്സ് പാർവതിക്കുണ്ടെന്ന് ആരാധകർ പറയുന്നു. ഇപ്പോഴിതാ പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ വൈറലാവുകയാണ്. തന്റെ അരുമയായ നായക്കുട്ടിയുടെ ചിത്രങ്ങളാണ് പാർവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഡോബി തിരുവോത്ത്, മൈ ഡോഗ് സൺ എന്ന് കുറിച്ചുകൊണ്ടാണ് പാർവതി തന്റെ മാനസപുത്രനെ പരിചയപ്പെടുത്തിയത്. ഡോബി തിരുവോത്ത് എന്നാണ് നായയ്ക്ക് താരം നൽകിയ പേര്. അവന്റെ 4ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് പാർവതി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. നായക്കുട്ടി ഗർഭത്തിൽ എങ്ങനെയുണ്ടാകുമെന്ന് ഓർത്തെടുക്കാൻ സ്കാനിംഗ് ചിത്രത്തിൽ ഡോബിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്തതും കാണാം. തന്റെ ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നാണ് പാർവതി ഈ നായക്കുട്ടിയെ വിളിക്കുന്നത്. OTTയിൽ സ്ട്രീം ചെയ്ത ഹെർ ആണ് പാർവതി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസ് ചെയ്ത അവസാന ചിത്രം. 5 സ്ത്രീകളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഹെർ പറയുന്നത്. ഉർവശി, പാർവതി തിരുവോത്ത്, ഐശ്വര്യ രാജേഷ്, രമ്യ നമ്പീശൻ, ലിജോ മോൾ ജോസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ലിജിൻ ജോസ് സംവിധാനം ചെയ്യുന്നു. പ്രതാപ് പോത്തൻ അവസാനം അഭിനയിച്ച ചിത്രം കൂടിയാണിത്. രാജേഷ് മാധവൻ, ഗുരു സോമസുന്ദരം എന്നിവരാണ് മറ്റു താരങ്ങൾ. AT സ്റ്റുഡിയോസിന്റെ ബാനറിൽ അനീഷ് M തോമസ് ആണ് നിർമ്മാണം. ചന്ദ്ര സെൽവരാജ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ഗോവിന്ദ വസന്തയാണ് സംഗീത സംവിധാനം. അഭിനയത്തിനപ്പുറം ലിംഗസമത്വത്തിന് വേണ്ടി തുറന്നു വാദിക്കുന്ന അവർ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ സ്ഥാപക അംഗവുമാണ്. ടേക്ക് ഓഫിലെയും ഉയരയിലെയും പാർവതിയുടെ കഥാപാത്രങ്ങൾ മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായി അംഗീകരിക്കപ്പെട്ടവയാണ്. 2017 കൊച്ചി ടൈംസ് മോസ്റ്റ് ഡ്യൂറബിൾ വുമൺ ആയി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അതേ പട്ടികയിൽ 2018 23-ാം സ്ഥാനവും 2020 10-ാം സ്ഥാനവും ലഭിച്ചു.